ഇന്നലെ ഒരു ചക്ക കിട്ടിയേ. അപ്പൊ അത് രാത്രി തന്നെ അരിഞ്ഞു വെച്ചിട്ട് രാവിലെ അതങ്ങ് വേവിച്ച്. അപ്പൊ മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ നമുക്കൊരു കുഴിയുള്ള പാത്രത്തിനകത്ത് കുറച്ച് പഴങ്ങഞ്ഞി അങ്ങോട്ട് എടുത്ത് നല്ല ചൂട് ചക്ക ഇന്നലെ അരിഞ്ഞ് പറക്കി വെച്ചതുകൊണ്ട് പെട്ടെന്ന് വേവിക്കാൻ പറ്റി കേട്ടോ. ചക്ക അങ്ങോട്ട് ഇട്ട് ശകലം ഉപ്പും ഇട്ട് ഞാൻ കാന്താരി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ തന്നതാ. അതും കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നെ, കല്ലിൽ അരയ്ക്കാൻ സമയം കിട്ടിയില്ല, ചടപടാന്ന് മിക്സിയിൽ അങ്ങ് അരച്ച് കട്ട തൈരും അങ്ങോട്ട് ഒഴിച്ച് അതിനകത്തൊരു പച്ചമുളക് ഇട്ട് അങ്ങോട്ട് ഉടച്ച് ഞെവിടി. ആ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അത് ഞെവിടുമ്പോഴേ നമ്മുടെ വായിൽ കൂടെ വെള്ളം വരുവേ. അതാ ചമ്മന്തിയും തൈരും ആ പച്ചമുളകും ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഞാൻ ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉണക്കമീൻ എനിക്കും മോളെങ്ങാനും ഒരെണ്ണം കഴിച്ചാലായി, അല്ലാതെ ഉണക്കമീൻ ഇവിടെ അങ്ങനെ വേണ്ട. അപ്പൊ ആ കാന്താരി വറുത്തതും കൂടെ എടുത്തങ്ങോട്ട് എൻ്റെ വായിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ, എടുത്ത് വേവിച്ച് ഒരു വായ അങ്ങോട്ട് കുടിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കൊതിപ്പിച്ചേക്കാന്ന് വിചാരിച്ചേട്ടോ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഏതൊക്കെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഈ പഴങ്കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര ടേസ്റ്റ് അതിന്. ആ ഒരു കാന്താരിയും ഉണക്കമീനും കൂടെ ഉണ്ടേ പിന്നെ പറയുകയും വേണ്ടേ. എൻ്റെ വീഡിയോകളെല്ലാവരും കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോയിലായിട്ട് വരാം. ബൈ ബൈ.